ഹലോ കൂട്ടുകാരെ, ഗുഡ് മോർണിംഗ് എവരിബഡി. എനിക്ക് രാവിലെ ഇടിയപ്പം അതിൻ്റെ കൂടെ മുട്ടക്കറിയും ആയിരുന്നു ഇന്ന് രാവിലെ. പക്ഷേ എനിക്ക് ഭയങ്കര ഒരു ടാസ്ക്കാണ് രാവിലെ ഇടിയപ്പം ഉണ്ടാക്കുന്നത്. ഭയങ്കര പാടല്ലേ അതൊന്ന് ഞെക്കി വരാൻ. പക്ഷേ ഇന്നുണ്ടല്ലോ നല്ല എളുപ്പത്തിലത് ഞെക്കി വന്നു. കാരണം എന്നാന്ന് വെച്ചാൽ ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ നെയ്യ് ഇടുമായിരുന്നു രുചിക്ക് വേണ്ടി. പക്ഷേ കുഴയ്ക്കുമ്പോൾ ഇച്ചിരി അയഞ്ഞ് കുഴയ്ക്കാതെ നെയ്യ് ഇട്ടിട്ടും കാര്യമില്ല. എനിക്ക് ഹാർഡായിട്ട് തന്നെയായിരുന്നു തോന്നുന്നത്. ഞെക്കാൻ ഭയങ്കര പ്രയാസമായിരുന്നു കേട്ടോ. ഞെക്കുമല്ല ഇങ്ങനെ കറക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ എന്നാ ചെയ്തു, വെള്ളം തിളപ്പിച്ചപ്പോൾ ഉപ്പിട്ട കൂട്ടത്തിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു. നെയ്യിട്ടാലും നല്ലതാണ്, നെയ്യ് ഇല്ലായിരുന്നതുകൊണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു. എന്നിട്ട് ഞാൻ ഇന്ന് ഇച്ചിരി ലൂസാക്കി കുഴച്ചപ്പോൾ നല്ല സൂപ്പറായിട്ട് അത് നല്ല പെട്ടെന്ന് തന്നെ ഇറങ്ങി വന്നു. കറക്കാൻ എളുപ്പമായിരുന്നു. അതുകൊണ്ട് ഇന്ന് ഈസി ആയിട്ട് ഇടിയപ്പവും മുട്ടക്കറിയും ഉണ്ടാക്കി ആരണിന് രാവിലെ കൊടുക്കാൻ പറ്റി. ആരൺ സാധാരണ ഒരെണ്ണം കഴിക്കുന്നയാൾ ഇന്ന് 3 കഴിച്ചു കേട്ടോ. മുട്ട പുഴുങ്ങുന്നത് ഇഷ്ടമല്ല, പക്ഷേ അതിൻ്റെ വെള്ള ശകലം കഴിച്ചു. പുള്ളി ഹാപ്പി ആയിട്ടൊക്കെ പോയി. ആരണിന് ചെറിയ ചുമയുണ്ട്, അതുകൊണ്ട് ഇന്ന് രാവിലെ ചൂട് കട്ടൻ കാപ്പിയാണ് കൊടുത്തത്. അപ്പം നിങ്ങൾക്കൊക്കെ ഈ ഇടിയപ്പം എളുപ്പമാണോ ഇല്ലയോ? പിന്നെ ഇടിയപ്പത്തിൻ്റെ മാവ് നല്ല ഈസി ആയിട്ട് വരാൻ ഇതുപോലെ എന്തെങ്കിലും ടിപ്പുണ്ടോ എന്നൊക്കെ ഒന്ന് പറയണേ. എനിക്ക് ഭയങ്കര സന്തോഷമായിപ്പോയി. ഞാനാണെങ്കിൽ ഇത്രയും പെട്ടെന്ന് കാര്യങ്ങൾ ഈ ഇടിയപ്പവും മുട്ടക്കറിയും രാവിലെ ഇത്രയും നല്ല സന്തോഷത്തോടെ ഇത്രയും പെട്ടെന്നുണ്ടാക്കിയത് ഇതാദ്യമായിട്ടാണ് ജീവിതത്തിൽ കേട്ടോ. ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന ദിവസം നേരത്തെ എഴുന്നേൽക്കുന്ന, പക്ഷേ ഞാൻ ഇന്ന് സാധാരണ പോലെ തന്നെ എഴുന്നേറ്റത്. പക്ഷേ എനിക്ക് പെട്ടെന്ന് സംഗതി റെഡിയായി കേട്ടോ. അപ്പോൾ ജോലികളെല്ലാം കഴിഞ്ഞു, എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഇപ്പം ഈ എഡിറ്റ് ചെയ്യുന്ന സമയമെന്ന് പറയുന്നത് ഉച്ചയ്ക്ക് 12 മണിയായി. ഇനിയിപ്പം എന്തോ നോക്കുന്നതൊക്കെ പണിയെന്ന് പറഞ്ഞാൽ വേണേ ചെയ്യാം, അല്ലേ വിശ്രമിക്കാം, അല്ലേ യൂട്യൂബിൻ്റെ ലൈവിൽ കയറാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ചെയ്യാം. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് വേണേൽ കുറേ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാം. ഉറങ്ങുന്ന പരിപാടിയില്ല. ഇന്ന് ഉച്ച കഴിഞ്ഞ് ഞങ്ങൾക്ക്, ഇന്ന് സാറ്റർഡേ അല്ലേ, ഉച്ച കഴിഞ്ഞ് ഞങ്ങൾക്ക് ചർച്ചിൽ പോകണം. ഞങ്ങൾക്ക് സാറ്റർഡേ ചർച്ച്. അപ്പം ഇന്നാളെ ഒരാൾ ചോദിച്ചു, 7th ഡേക്കാരാണോ? നല്ല കേട്ടോ, ഞങ്ങൾ പെന്തക്കോസ്തുകാരാണ്. ഞങ്ങൾ ഹെവൻലി ഫീസ്റ്റുകാരാണ്. കോട്ടയത്ത് സ്വർഗീയ വരുന്ന തങ്കു ബ്രദറിൻ്റെയും തോമസൂട്ടി ബ്രദറിൻ്റെയൊക്കെ അവർ കൂടി വരുന്ന സഭ. അപ്പം ഞങ്ങൾ അവിടാണ്. പക്ഷേ ഞങ്ങൾക്കിവിടെ മംഗലാപുരത്ത് ഞായറാഴ്ച ചർച്ചിൽ വരാൻ പാസ്റ്ററെ കിട്ടിയിട്ടില്ല ഇതുവരെ. ഞങ്ങളുടെ പാസ്റ്റർ കോഴിക്കോട് നിന്ന് ശനിയാഴ്ച വന്നാണ് ഞങ്ങൾക്ക് സഭായോഗം നടത്തുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ്, പിള്ളേരൊക്കെ സ്കൂളിൽ പോകുന്നതല്ലേ, ഇവിടെ മംഗലാപുരത്ത് ശനിയാഴ്ചയും പഠിത്തമുണ്ട്. അപ്പോൾ ഇനി ഉച്ച കഴിഞ്ഞ് 5 തൊട്ട് 7 വരെയാണ്. 4 മണിയാകുമ്പോൾ ഞങ്ങൾ പോവും. ഇവിടെ അടുത്താണ്, 1 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ ആരും രാവിലെ കഴിച്ചിട്ട് പോവുകയാണ്. ഉച്ചയ്ക്ക് ഇന്ന് 100 രൂപയ്ക്ക് 3 അയല കിട്ടി. ചെമ്മീൻ 1 കിലോ ഇരിപ്പുണ്ട്, എന്നാലും ഞാനത് എടുത്തില്ല, പിന്നെ എടുക്കാം. അപ്പോൾ ഇന്ന് സാമ്പാറും മീനും.